ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 622 ഭാഗത്തിലേക്ക് സ്വാഗതം. കാവൽക്കാരൻ ഇല്ലാത്ത റെയിൽവേ ഗേറ്റിൽ മുന്നറിയിപ്പായി വയ്ക്കുന്നതിന് ഒരു വാക്യം അല്ലെങ്കിൽ വാക്കുകൾ എഴുതി നൽകുവാനായി ആവശ്യപ്പെട്ടു. ഏറ്റവും മനോഹരമായ വാക്കുകൾ നൽകുന്നവർക്ക് സമ്മാനവും പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് $2500 സമ്മാനമായി നൽകുക. തിരഞ്ഞെടുക്കപ്പെട്ട വാക്കുകൾ ഇവയാണ്: സ്റ്റോപ്പ്, ലുക്ക് ആൻഡ് ലിസൺ. നിർത്തുക, നോക്കുക, ശ്രദ്ധിക്കുക. ഒരു വാക്കിന് $833 വില. എന്നാൽ അനുസരിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം ഈ വാക്കുകൾക്ക് യാതൊരു വിലയുമില്ല. വാഹനം നിർത്തി ട്രെയിൻ വരുന്നുണ്ടോ എന്ന് നോക്കി ശ്രദ്ധയോടെ പോകാത്ത ആളുകൾക്കെല്ലാം അപകടം സംഭവിക്കും. മുന്നറിയിപ്പ് എഴുതി വച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. മരുന്ന് വാങ്ങി വീടിന്റെ അകത്ത് സൂക്ഷിച്ചു വെച്ച് അത് കഴിക്കാതെ ഇരുന്നാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? 1 കൊരിന്ത്യർ 1-18 തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. യേശു നമ്മുടെ കുറ്റമേറ്റെടുത്ത് നമ്മുടെ പാപത്തിനുള്ള ശിക്ഷ കുരിശിന്മേൽ ഏറ്റുവാങ്ങി എന്ന സന്ദേശമാണ് കുരിശിന്റെ പ്രസംഗം. യേശു നിക്കോദീമോസിനോട് പറയുന്നുണ്ട്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. വെളിച്ചത്തേക്കാൾ അധികമായി ഇരുട്ടിനെ സ്നേഹിക്കുന്നവർക്ക് വെളിച്ചമായ യേശുദമ്പുരാനെ സ്നേഹിക്കുവാനോ സ്വീകരിക്കുവാനോ നിത്യജീവനെ പ്രാപിക്കുവാനോ സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, കുരിശിന്റെ വചനം നമുക്ക് ഭോഷത്വമാകരുത്. അത് നിത്യജീവനുള്ള നമ്മുടെ ഏകമാർഗമായി പരിണമിക്കണം. അതിനുള്ള കൃപ തമ്പുരാൻ നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.